നറിഷ്മെൻറ്റ് ഓഫ് ദ സോൾ, ദേഹീതലത്തിൽ പുഷ്ടി പ്രാപിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കൂടെ, നമുക്ക് ശരീരത്തിന് 3 ഘടകമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവ്, ദേഹി, ദേഹം. തിരിച്ചു പറയുകയാണെങ്കിൽ ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകം നമുക്കുണ്ട്. അതിൽ ആത്മാവാണ് സത്യത്തിൽ നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനെയാണ് ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെ പാപം വന്നതോടുകൂടി ആത്മാവ് മരിച്ചുപോയി. ആത്മാവ് മരിച്ചപ്പം പിന്നെ ദേഹീതലം, ദേഹം അപ്പർ ഹാൻഡ് എടുത്തു. എൻ്റെ ജഡത്തിലുള്ള 5 ഇന്ദ്രിയങ്ങൾ പിന്നെ എന്നെ ഭരിക്കാൻ തുടങ്ങി. എൻ്റെ സുഖം, എൻ്റെ കാര്യം. അങ്ങനെയാണ് മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ എനിക്ക് വേണ്ടി, എൻ്റെ കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ അത് പാപം ചെയ്ത് യാദവും പാപം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായ മക്കളിൽ ആദ്യം അത് കണ്ടു. കയീൻ ആൻഡ് ആബേൽ. കയീന് 2 പേർക്കും അറിയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് രക്തം കൊണ്ട് ചെല്ലണം. കാരണം പാപം ചെന്നപ്പം പാപം പരിഹാരത്തിന് രക്തം ആവശ്യമുണ്ട്. അത് ആദ്യം പറഞ്ഞു കാണണം. കയീൻ പിന്നെ വെജിറ്റബിൾ, അവൻ കൃഷി കൊണ്ട് കൊടുത്തു. ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ട് യാഗം കഴിച്ചു. ദൈവത്തിന് പ്രീതി തോന്നിയത് ഹാബേലിനോട്. കാരണം ഹാബേൽ അനുസരിച്ചു, കയീൻ അനുസരിച്ചില്ല. അതാണ് മെയിനായിട്ടുള്ള പോയിന്റ് വരുന്നത്. കയീൻ അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഈ കയീനോട് ദൈവം പറഞ്ഞു നിനക്കെന്താ അപ്പം ദൈവത്തിൻ്റെ പ്രീതി ഹാബേലിൽ വീണു. അത് കാണുന്നു. അപ്പം കയീൻ്റെ മുഖം വാടിയപ്പം ദൈവം ചോദിക്കുന്നത് എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? അപ്പം പറഞ്ഞു നന്മ ചെയ്തില്ല എങ്കിൽ പാപം നിൻ്റെ വാതിക്കൽ നിൽക്കുന്നു. അപ്പം നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപത്ത് കയറുന്നുള്ള വാണിംഗ് കൊടുത്തേ. ആ സ്റ്റേജിൽ നമ്മളാണെങ്കിൽ അല്ല ഞാൻ പാപം ചെയ്യാൻ പോകല്ലേ, എന്നെ രക്ഷിക്കണമെന്ന് പറയാം. അങ്ങനെ ഒന്നും നടക്കുന്നില്ല. കാരണം ആത്മാവ് മരിച്ചില്ലേ. പിന്നെ ദൈവം പറയുന്നതൊക്കെ ഗ്രീക്കായി മാറുക. ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ദൈവം നമ്മളോട് പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ ചില കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അറിയത്തില്ല, എങ്ങനെ ചെയ്യും? സോ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ഇനി ദൈവം പറയുന്നൊന്നും ഇവരുടെ തലേ കരുത്തില്ല. കയീനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കയീൻ ആബേലിനെ വിളിച്ചുകൊണ്ട് പോയി ഒരടി കൊടുത്ത് ആബേൽ മരിച്ചുപോയി. അപ്പോൾ ആബേലിനെ എവിടെയും നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുക ചെയ്യുന്ന കയീൻ. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരനെ നോക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. എന്ത് പെട്ടെന്നാണ് മനുഷ്യൻ. അപ്പോൾ ഇന്ന് വരെയുള്ള ദൈവത്വം അങ്ങ് മാറിയപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് പിന്നെ മനുഷ്യൻ എന്ത് പാപം ചെയ്യാനും മടിക്കത്തില്ല. നമ്മളീ വലിയ ആളുകളെയൊക്കെ നോക്കുമ്പോൾ അവർ ഉന്നത പദവി, അവരുടെയൊക്കെ ഉള്ളിൽ ശരിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനിപ്പോൾ ഹോളിവുഡിലൊക്കെ എന്തുമാത്രം ദുഷ്ടത അതിനകത്ത് നടക്കുന്നത് നമ്മൾ വായിക്കുന്നു. എവിടെയെല്ലാം ചെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഈ ലോകത്തിൽ വലിയ ആളുകളായിട്ട് കാണിക്കുന്നവരൊക്കെ പുറകിലൊരു സീക്രട്ടീവായിട്ടുള്ളൊരു ദുഷ്ടത ചെയ്യുന്നുണ്ടെന്നുള്ളതിന് സംശയമില്ല. കാരണം ദുഷ്ടത ചെയ്യാൻ മടിക്കുന്നില്ല. സ്വന്തം സുഖത്തിന് വേണ്ടി, നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എല്ലാം മറന്ന് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദൈവം ഇല്ലാത്തപ്പോഴാണ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ സ്വന്തം സുഖങ്ങളെല്ലാം ഒഴിഞ്ഞു വെച്ച് തൻ്റെ ദൈവത്വം മുഴുവനും സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏകപുത്രനായ യേശുക്രിസ്തുവാണ് നമുക്കുള്ള ഏക വഴി. അതുകൊണ്ടാണ് ഞാൻ തന്നെ വഴി എന്ന് പറയുന്നത്. വേറൊരു വഴി ഇല്ല. ഞാൻ തന്നെ വഴി എന്ന് ഒരാൾ പറയും. അത് ഒന്നുകിൽ ദൈവം സത്യമാണ് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. സത്യത്തിൻ്റെ ആത്മാവുള്ളവർക്ക് സത്യം കേൾക്കുമ്പോൾ മനസ്സിലാകും. അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെ ആരെയും മാറ്റാനും ചിന്തിക്കണ്ട. പക്ഷെ നമ്മുടെ ജോലി ദൈവം നിന്നോട് പറഞ്ഞത് ചെയ്യുക. അപ്പം കർത്താവ് പറയുന്നത്, നമുക്കിപ്പം മനസ്സിൽ പറയുന്നത് വി നീഡ് ജീസസ്. നമുക്ക് യേശുവിനെ ആവശ്യമുണ്ട്. അത് ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ല, മനുഷ്യനെ മുഴുവനും ഈ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യമായ രക്ഷയിലേക്കും നിത്യജീവനിലേക്കും പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ദൈവം കണ്ട ഒരു പ്ലാനാണ്. ദൈവത്തിന് വേറെ പ്ലാനില്ല. ഇപ്പോൾ എനിക്ക് പോയി പ്ലാൻ മാറ്റാനൊക്കത്തില്ല. മനുഷ്യൻ എന്നെയൊക്കെ കാണിച്ചാലും ദൈവത്തിൻ്റെ പ്ലാൻ ദൈവത്തിൻ്റെതെന്ന് സ്വീകരിക്കാനും വിനയം വേണം. അവിടെയാണ് അനുസരണം വരുന്നത്. അപ്പോൾ സങ്കീർത്തനം 19 ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 19:1 ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എന്താണ്? പകലിന് വാക്ക് കൊടുക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. ഇത് നമ്മൾ കേൾക്കുമ്പോഴേ എന്നെ ഈ ഭൂമി ഉരുണ്ടുകൊണ്ടിരിക്കുന്ന, ഭൂമി ഉരുണ്ടതാണ്, ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുതണ്ടൊന്നും ഇല്ല. ഭൂമി ആക്ച്വലി തൂങ്ങിക്കിടക്കുന്ന ഒരു വായുമണ്ഡലത്തിൽ ഒരു ബോൾ പോലെ നിൽക്കുകയാണ്. അത് നമുക്ക് അന്നറിയത്തില്ല. ഇത് വേദപുസ്തകത്തിൽ എഴുതുന്നു, നമുക്കറിഞ്ഞുകൂടാ.
ഇപ്പം ഈ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദാറ്റ് മീൻസ് ദ ഹെവൻസ് ഡിക്ലെയർ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ലോർഡ്, ദ സ്കൈസ് പ്രൊക്ലെയിം ദ വർക്ക് ഓഫ് ഹിസ് ഹാൻഡ്. ഈ ദൈവത്തിൻ്റെ മഹത്വം ആകാശവിധാനം കാണിക്കുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ അസ്ട്രോനോട്ട്സിനെ പോലെ പിന്നെ പേടകത്തിനകത്ത് കയറി മൂണിൽ ചെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, നക്ഷത്രത്തിനെ കാണാം. ഭൂമിയിൽ നോക്കിയാൽ ഗാലക്സികൾ ഒത്തിരി കാണാൻ സാധിക്കും. രാത്രി കാലത്ത് പുറത്തിറങ്ങി കിടന്നാൽ നമുക്ക് നക്ഷത്രങ്ങളുടെയും വാൽനക്ഷത്രങ്ങളുടെയും അതുപോലെ തന്നെ എന്തെല്ലാം മിൽക്കി വേ എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കാണാൻ സാധിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൂണിൽ പോകണം, മൂണിൽ പോകണമെങ്കിൽ ഇപ്പോൾ മൂണിലും പോകാൻ നമുക്ക് സാഹചര്യം അവസരമുണ്ട്. അവിടെ എങ്ങനെ പോയാലും ഒരു സത്യമുണ്ട്, ആകാശം. എന്താണ് ഈ അസ്ട്രോനോട്ട്സൊക്കെ ആകാശമണ്ഡലത്തിൽ അല്ലെങ്കിൽ മൂണിൽ ചെന്നിട്ട് കണ്ടേച്ച് സൂര്യൻ അവിടെ നിന്നുകൊണ്ട് ഭൂമിയെ നോക്കുമ്പം ഇത്ര മനോഹരമായിട്ട് നീല കളറിലും പച്ച കളറിലും വെള്ളത്താൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ അന്ധകാരത്തിൻ്റെ കൂരിരുട്ടിൻ്റെ നടുക്ക് വിളങ്ങി കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഭൂഗോളം അല്ലെങ്കിൽ ഒരു ബോൾ പോലെ നിൽക്കുന്ന ഒരു സാധനം അതിലൊന്നും തൂക്കിയിട്ടിട്ടില്ല. പണ്ട് മിത്തോളജിയിൽ വിചാരിച്ചിരുന്ന, പണ്ട് മിത്തിൽ അതായത് ഓരോ ഗ്രീക്ക് മിത്തോളജിയിൽ അവരൊക്കെ വിചാരിച്ചിരുന്നത് അവരുടെ ദേവന്മാർ എന്നെ തൂക്കിയിട്ടിരിക്കുക, അല്ലെ കൈക്ക് പിടിച്ചിരിക്കുക, 4 തൂണേൽ ഇത് തൂക്കി വെച്ചിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ യോബിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്, ഭൂമിയെ ഉണ്ടാക്കിയത് ആര്? അത് ആകാശവിധാനത്തിൽ അത് നിലനിൽക്കുകയാണ്. അതിനെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഈ ഭൂമി കറങ്ങുന്നൊന്ന്, പിന്നെ ഭൂമി തന്നെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ 365 ദിവസം വരുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഇതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്തുണ്ട്? ഒന്നുമില്ല. പിന്നെ ഇത് ഉൾക്കൊള്ളാനുള്ള വിനയം, ആ ഒരു വിനയത്തിനാണോ ദൈവം ഇത്രയും ചെയ്യേണ്ടത്? ആ ഒരു അനുസരണത്തിന് വേണ്ടിയാണോ ദൈവം ഇത്രയാണ്? നമ്മളൊന്ന് താണു കൊടുത്തേ കർത്താവേ, വി ആർ വില്ലിങ് ടു ലേൺ. കർത്താവേ, എന്ത് ആകാശവും ഭൂമി ഇളക്കി നമ്മുടെ അടുക്ക ഇറങ്ങി വരുന്ന ഒരു ദൈവം എന്തുകൊണ്ടാണ് കാണാത്തത്? ബിക്കോസ് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ടല്ലേ. കർത്താവ് പറഞ്ഞു, ഞാൻ ആത്മാവാകുന്നു. വേശ്യാസ്ത്രീയായ സ്ത്രീ കർത്താവിനെ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ചു. കണ്ണുപൊട്ടൻ കർത്താവിനെ എത്ര പെട്ടെന്ന് കാണിച്ചു. ഗദരസ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഭ്രാന്ത് പിടിച്ചവൻ എത്ര പെട്ടെന്ന് യേശുവിനെ അറിഞ്ഞു. എന്നാൽ നമുക്ക് മാത്രം അറിയാൻ പാട്. ദർ ഇസ് നോ എക്സ്പ്ലനേഷൻ. ഉണ്ടോ? 8-ാം സങ്കീർത്തനത്തിൽ അത് തന്നെ പറയുന്നില്ലേ? 8-ാം സങ്കീർത്തനമൊക്കെ ദൈവത്തിൻ്റെ, അതായത് നിൻ്റെ വിരലുകളുടെ പണിയെ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രത്തിനെയും നോക്കും, മർത്തിനെ നീ നോക്കേണ്ടതിന് എന്തുമാത്രം, മനുഷ്യപുത്രനെ സന്ദർശിക്കുന്നതിന് എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവനെ അണിയിച്ചിരിക്കുന്നു. നിൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽക്കീഴാക്കി. മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും എന്നെ അണിയിച്ചാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന്. എപ്പോഴാണ്? ദൈവത്തിൻ്റെ ആത്മാവുള്ളപ്പം. ദിസ് ഈസ് ഞാൻ ആരെന്നുള്ള എൻ്റെ ഈ ദേഹീതലം, അവെയർനെസ്, ദ വിൽ പവർ, ഞാൻ ആരെന്നുള്ളത്, ഇമോഷൻസ്, അതൊന്നുമല്ല. അതിനുപരിയായിട്ട് ഞാൻ ആരെന്നുള്ള വ്യക്തമായ ബോധം ദേഹീതലത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ ദേഹം കൊണ്ട് മാത്രം അറിയുന്ന കാര്യങ്ങൾ, അതുകൊണ്ടാണല്ലോ ദൈവത്തെ ആരും കാണുന്നില്ല, അതുകൊണ്ട് ദൈവം ഇല്ല അങ്ങനെ പറയാൻ നോക്കുമോ? ബിക്കോസ് we have deviated from the living God. God says, I am a spirit. ഈ സ്പിരിറ്റ് റെലം അറിയാൻ, ഇത് നമ്മൾ ഈ വിശ്വാസികൾക്ക് സ്പിരിറ്റ് റെലം അറിയാൻ പാടും. എന്നാൽ അന്ധകാര ശക്തിയെ വിളിക്കുന്നവർക്ക് അവരെങ്ങനെയാണ് സ്പിരിറ്റ് റെലം അറിയുന്നത്? അവർ വെളുപ്പിനെ 4 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് നിന്ന് ചാൻറ്റ് ചെയ്തിട്ട്, മനുഷ്യനെ കുരുതി കഴിച്ചിട്ട് രക്തം ചൊരിഞ്ഞ് അവരധികാരം എടുക്കുന്ന ഓരോ ദേശത്ത് കാണുന്നില്ലേ? അതിനൊക്കെ പുറകിൽ പ്രാർത്ഥനയില്ലാഞ്ഞിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥനയില്ല? കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന, ദേശത്തിന് ചോദിച്ച പ്രാർത്ഥന, കുടുംബത്തെ ചോദിച്ച പ്രാർത്ഥന. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയെല്ലാം വീടുകളിനകത്തായിട്ട് മാറുകയാണ്. അകത്തായി ഒരാൾ പറഞ്ഞ് AC റൂമിനകത്തായി മാത്രമായി മാറുന്നു. വളരെ ദുഃഖമാണ്. ദേഹീതലം പുഷ്ടി പിടിച്ചേ ഒക്കത്തുള്ളൂ, ആത്മാവ് ജീവിച്ചേ ഒക്കത്തുള്ളൂ. വളരെ നമുക്ക് ദൈവം സുഖങ്ങൾ തരുന്നത്, അല്ലെ കംഫർട്ട്സ് തരുന്നത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനല്ല, അല്ലാതെ നമ്മുടെ സുഖം അവനവനെ കൊണ്ട് ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ള മനസ്സ്. അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയാൽ ഏത് തരത്തിലും ആ ഒരു നല്ല മനസ്സ് ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നതുണ്ടെങ്കിൽ നമുക്ക് അതിരുകളില്ലാത്ത അവൻ്റെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു. കഴിഞ്ഞ ദിവസം ഒരു മകൾ എന്നെ വിളിച്ച് വെച്ച് ഒത്തിരി തന്നെ ഇരിക്കാൻ പറ്റുന്ന യേശുവിനെ 2 പ്രാവശ്യം കണ്ടു.
അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, 2 പ്രാവശ്യം യേശുവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആത്മാവിൻ്റെ വിവേചന ശക്തി നന്നായിട്ട് ദൈവം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് അല്ല, ബട്ട് ഐ നോ ഇറ്റ് ബിക്കോസ് ഐ എം വിസിറ്റിംഗ് വിത്ത് ദ ലോർഡ്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, മോളെ നീ ഒരു പേപ്പർ എടുത്ത് പെൻസിലെടുത്ത് വെച്ചിരിക്കുക, ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ ആ കുട്ടിയോട് ദൈവം ഒരു 4 സ്റ്റാൻസ ഉള്ള ഒരു പാട്ട് എഴുതി കൊടുത്തു. അതിനകത്ത് ഒരു ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: മിസ്രൈമിയുടെ നിന്ന ഉരുട്ടിക്കളഞ്ഞ് നിന്നെ ഉയർത്തി ഗിൽഗാലാക്കിയിടുമേ, സർവശക്തൻ നിന്നെ വഴി നടത്തി സ്വർഗകനാലിൽ എത്തിക്കുമേ. ഹാലേലുയ ഹാലേലുയ. മിസ്രൈമിൻ്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞ് നിന്നെ ഉയർത്തി ഗിൽഗാൽ. അത് നിന്ന് ഉരുട്ടിക്കളയുന്ന ഒരു ദൈവം കടന്നു വരികയാണ്. ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം തരത്തിൽ നിന്നെ അനുഭവിക്കുന്നവരല്ലേ. അതെങ്ങനെയായിരുന്നു കർത്താവ് പറയുന്നത്, നിൻ്റെ നിന്ന മാറ്റി സർവശക്തൻ നിനക്ക് വഴി കാണിച്ചിട്ട് നിന്നെ സ്വർഗകനാനിൽ എത്തിക്കും. അതായത് നിന്നെ ഗിൽഗാലാക്കുമെന്ന്. ഗിൽഗാൽ എന്ന് പറയുന്നത് അടുത്ത ദിവസം ഗിൽഗാലിനെ കുറിച്ച് സംസാരിക്കാം. ഒരാളുടെ ഒരു ഈ 4 വരികൾ എനിക്ക് വന്നപ്പം 4 അല്ല കുറേ, അതിനകത്ത് ഏകദേശം 16 വരിയെ കുട്ടി എനിക്ക് അയച്ചു തന്നു. അതിനകത്തുനിന്ന് ഒരു ദൂത് എനിക്ക് ദൈവം തരികയാണ്. അപ്പോൾ ഈ കേൾക്കുന്നവർക്ക് പോലും അത് ആത്മാവിൻ്റെ വെളിച്ചമായി. ഇതാണ് ദൈവം ചെയ്യുന്നത്, പകർന്ന് 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 കൊടുക്കുന്ന. ആത്മാവിൽ ജീവനുള്ളവരാകുക. നിൻ്റെ ദേഹീതലം പുഷ്ടിപ്പെടണം, ദേഹം ആത്മാവിനെ അനുസരിക്കുന്നതായി മാറണം. അങ്ങനെ ചെയ്യുമ്പോൾ മിസ്രൈമിൻ്റെ നിന്ന് ഉരുട്ടിക്കളഞ്ഞ് നിന്നെ ഉയർത്തി ഗിൽഗാലാക്കും. നിൻ്റെ നിന്ന് മാറ്റി നിന്നെ ദൈവത്തിൻ്റെ പാത്രമാക്കി, അതായത് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോഴും എത്രയോ പ്രയാസത്തിലിരിക്കുന്ന മക്കളോടാണ് സംസാരിക്കുന്നത്. ഓരോ വ്യക്തിയും കേൾക്കുമ്പോൾ ഇത് എന്നോടാണോ എൻ്റെ ദൈവം സംസാരിക്കുന്നതെന്ന് ശ്രദ്ധ വെച്ചാൽ നമ്മൾ സ്വീകരിക്കുന്നു. അവിടെയാണ് നമ്മൾ കേട്ടിട്ട് ഇതിലൂടെ ഇങ്ങപ്പുറത്തോട്ട് ഇറക്കി വിടുകയല്ലേ. ഇത് എനിക്കുള്ളതാണ്, ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ടേയിരുന്നിട്ട് മിസ്രൈമിൽ നിന്നുള്ള ഞങ്ങളുടെ ഈ അടിമത്വത്തെ മാറ്റി ഗിൽഗാലാക്കി തീർക്കാമെന്ന് നീയാണ് വാക്കുകൊണ്ട് പറഞ്ഞത് എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഗിൽഗാലിൻ്റെ പദവി എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ജീവനുള്ള ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു എങ്കിൽ ഒന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുൻപോട്ട് തന്നെ ക്രൂശിനെ നോക്കി ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യുന്നു. ഞാൻ ഉയർപ്പ് വരുമ്പോൾ ക്രൂശുമരണം കഴിഞ്ഞിട്ട് ഉയർത്ത ഒരു യേശുക്രിസ്തുവിൻ്റെ അടുക്കലിരുന്ന് അപ്പച്ചൻ്റെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ പറയാനും തീരുമാനം എടുക്കുവാനും ആളുകളെ ആവശ്യമുണ്ട്. കർത്താവേ, നിറച്ച് വിളവ് കിടക്കുകയാണ്. കൊയ്ത്തിന് ആളുകളില്ലാതെ കിടക്കുന്നു. ധാരാളം ആളുകളെ പറഞ്ഞു വിടണമേ. സ്ത്രീകൾക്ക് സഭകളിൽ ഉന്നതമായ പദവി കൊടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ വിശുദ്ധിയരായിട്ടുള്ള ആളുകളെ മുൻപോട്ട് കൊണ്ടുവരണം. അനേക പെൺമക്കൾക്ക് ദൈവ വിളിയുള്ളവർ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. പക്ഷേ ഒരു വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ നിനക്ക് കഴിയത്തില്ലേ? പക്ഷേ ഞങ്ങളത് അവകാശമായിട്ട് ചോദിക്കുക. പക്ഷേ അതുപോലെ ഞങ്ങളുടെ പുരുഷന്മാരെ ഉന്നത പദവിയിൽ നിർത്തണം. അവരെ നീ ആത്മാവിൽ ഉന്നത പദവിയിൽ നിർത്തുന്നത് ഞങ്ങൾ കാണണം. കർത്താവേ, യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. രാജാക്കന്മാർ അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. രാജ്ഞിമാർ പോറ്റമ്മയായി മാറണം. ഞങ്ങളുടെ ആൺമക്കളെ നീ ഉന്നതിയിലേക്ക് നിർത്തണം. യോശുവയെ പോലെ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കുന്നവരാക്കി മാറ്റണം. ഞങ്ങളുടെ പെൺമക്കളെ എസ്തറിനെ പോലെയും റൂത്തിനെ പോലെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കന്യാമറിയാമിനെ പോലെയും ഉന്നത പദവിയിൽ നിന്നുകൊണ്ട് ദൈവപ്രവൃത്തി ചെയ്യുന്നവരാക്കി മാറ്റണം. സാമർഥ്യമുള്ള സ്ത്രീകളാക്കി ഞങ്ങളെ മാറ്റണം. നാഥ, എൻ്റെ വചനമാണ് ഞങ്ങളുടെ സൗന്ദര്യം. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരുമ്പോൾ ആ വചനത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ ബലപ്പെടണം. നിൻ്റെ വചനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു വസ്ത്രം പോലെ ഞങ്ങൾ ഉടുക്കട്ടെ. നിൻ്റെ സത്യവചനം ഞങ്ങൾ കേൾക്കുമ്പോൾ വചനം കേട്ടതിനാൽ നിങ്ങൾ ശുദ്ധരായി എന്ന് യോഹന്നാൻ്റെ 15:3 പറയുന്നത് ഏറ്റെടുക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ ദേഹീതലത്തെ പുഷ്ടിപ്പെടുത്തിയ നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.